ഹലോ അപ്പം എന്ന് വന്നിരിക്കുന്ന കുറച്ച് OTT സിനിമ വാർത്തകളായിട്ടാണ്. അതിന് നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ വിജയ് സേതുപതിന്റെ വിടുതലൈ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ എക്സ്റ്റെൻഡഡ് കട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് കട്ട് ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമസോൺ പ്രൈം വീഡിയോയില്. ആരും ചോദിച്ചില്ല, പക്ഷേ ആമസോൺ പ്രൈം വീഡിയോ അങ്ങ് തുറന്നു തന്നിരിക്കുകയാണ്. മക്കളെ ഇതും കൂടി കാണുന്നു പറഞ്ഞിട്ട് ആരും കാണാനില്ല എന്നാണ് സത്യം പറഞ്ഞാൽ. ഈ വിടുതലൈന്റെ രണ്ടാം ഭാഗത്തിന്റെ ഡയറക്ടർ കട്ട് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ജനറിൽ വന്ന സിനിമയാണ് പടക്കളം. നിലവിൽ നമ്മുടെ ജിയോ സ്റ്റാറിൽ ജൂൺ 10 മുതൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഭാഷകളിലായിട്ട്. ഡിയർ ഉമ്മ എന്ന് പറഞ്ഞ ഒരു അന്യഭാഷ സിനിമയുടെ OTT റിലീസ് സൺനെക്സിലൂടെ നടക്കാൻ പോവുകയാണ്. ജൂൺ മാസം 13 ഈ ഒരു അന്യഭാഷ സിനിമ OTT റിലീസിന് കൈമാറുന്നത്. കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട് സൺനെക്സിലൂടെ. സൂപ്പർ ഗേൾസ് എന്ന് പറഞ്ഞൊരു സിനിമ വരികയാണ് OTT റിലീസിനായിട്ട്. ഈ വരുന്ന ജൂൺ മാസം 13 മനോരമ മാക്സ് വഴി ഈ ഒരു സിനിമ OTT റിലീസിന് പോകുന്നത്. മലയാള പതിപ്പിൽ മാത്രമായിട്ടാണ് സൂപ്പർ ഗേൾസ് എന്ന് പറഞ്ഞൊരു സിനിമ OTT റിലീസിന് വരുന്നത്. നമ്മുടെ സന്താനം, ഗൗതം വാസുദേവൻ, അതുപോലെ തന്നെ നമ്മുടെ സെൽവരാഘവനൊക്കെ അഭിനയിച്ച തമിഴ് സിനിമയാണ് DD നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ സിനിമ. വൻ പരാജയമായിരുന്നു തിയേറ്ററുകളിൽ. മലയാളം, തമിഴ് പല ഭാഷകളിലായിട്ട് ZEE5 ജൂൺ 13 സിനിമ OTT റിലീസിന് വരികയാണ്. 11 എന്ന് പറഞ്ഞൊരു തമിഴ് ക്രൈം ത്രില്ലർ സിനിമ OTT റിലീസിന് വരികയാണ് സിംപ്ലി സൗത്തിൽ. ഈ വരുന്ന ജൂൺ മാസം 13 തന്നെയാണ് 11 എന്ന് പറഞ്ഞ സിനിമയും OTT റിലീസിന് വരുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. മലയാളത്തിലെ സ്പോർട്സ്, ഡ്രാമ, കോമഡി എന്റർടൈനർ സിനിമയാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ, ഖാലിദ് റഹ്മാൻ സിനിമ. ആ പടത്തിന്റെ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ 13 നമ്മുടെ സോണി ലെവലായിരിക്കും സിനിമ OTT റിലീസിന് പോകുന്നത്, തമിഴ്, മലയാളം പല ഭാഷകളിലായിട്ട്. നമ്മുടെ അക്ഷയ് കുമാറിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ഒരു നല്ലൊരു വിജയം നേടിയെടുത്ത സിനിമയാണ് തിയേറ്ററുകളിൽ നിന്ന് കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ സിനിമ. അത് അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ്. ജൂൺ 13 പല ഭാഷകളിലായിട്ട് ജിയോ സ്റ്റാർ വഴി സിനിമ OTT റിലീസിന് പോവുകയാണ്. കാത്തിരിക്കാൻ നമുക്ക്. നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ദിലീപേട്ടൻ സിനിമയുടെയും OTT റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ZEE5. ജൂൺ മാസം 20 ഈ ഒരു മലയാള സിനിമ തിയേറ്റർ റിലീസിന് ശേഷമുള്ള OTT റിലീസിന് കൈമാറുന്നത്. തിയേറ്ററുകളിലെ സിനിമ ഒരു ഹിറ്റായിരുന്നു നേടിയെടുത്തത് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന്. പഞ്ചായത്ത് എന്ന് പറഞ്ഞ എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു വെബ് സീരീസിന്റെ സീസൺ 4 സീരീസ് പുറത്തിറങ്ങാൻ പോകുന്നത് ജൂൺ മാസം 24 ആമസോൺ പ്രൈമിൽ. എന്തായാലും കാത്തിരിക്കും നമുക്ക് സീസൺ 4 നമ്മുടെ ശ്രീനാഥ് ബാസി അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ആസാദി എന്ന് പറഞ്ഞ സിനിമ. ലാല്, സൈജു കുറുപ്പിക്കാണ് മറ്റു കഥാപാത്രങ്ങൾ. സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് ആണ്. ജൂൺ 20 സിനിമ OTT റിലീസ് കൈമാറുന്നത് ആമസോൺ പ്രൈം വീഡിയോയിൽ, മനോരമ മാക്സ് വഴി ആസാദി എന്ന് പറഞ്ഞ സിനിമ. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ തക്കി ലൈഫ് എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. സിനിമ ഉടൻ തന്നെ OTT റിലീസിന് വരികയാണ്. സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സിനിമ ടീം പറഞ്ഞത് ഓൾമോസ്റ്റ് 8 ആഴ്ചകൾക്ക് ശേഷം ആയിരിക്കണം സിനിമ OTT റിലീസ് ചെയ്യേണ്ടത് നെറ്റ്ഫ്ലിക്സിൽ. പക്ഷേ ഇപ്പോൾ സിനിമയുടെ ടീം തന്നെ പറയുകയാണ് 8 ആഴ്ചയൊന്നും വേണ്ട, വേഗം തന്നെ OTT റിലീസ് ചെയ്യണമെന്ന്. കാരണം തിയേറ്ററുകളിൽ സിനിമ ഒരു ദുരന്തമായി കൊണ്ടിരിക്കുകയാണ്. കളക്ഷനൊക്കെ കേരളത്തിൽ ഒരു ഗുണ്ടായി മാറുകയാണ് കമൽഹാസൻ സിനിമയെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ നിലവിലെ. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് എന്തോ കഷ്ടകാലത്ത് കൊണ്ട് 150 കോടിക്കാണ് മേടിച്ചത്. തമിഴിലെ തന്നെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് പടത്തിന്റെ OTT അവകാശങ്ങൾ മേടിച്ചത്. എന്തായാലും ആ റെക്കോർഡ് ഉടൻ തന്നെ തകരും. കാരണം ഇപ്പൊ നിലവിലെ നെറ്റ്ഫ്ലിക്സ് പറയുകയാണ് 150 കോടിയൊന്നും ഈ പടത്തിന് തരാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് 60-70% പടത്തിന്റെ എമൗണ്ട് കുറയ്ക്കണമെന്നാണ് പറയുന്നത് OTT റൈറ്റ്സ് മേടിച്ച ഒരു തുക. കാരണം 150 കോടി എന്ന് പറയുന്നത് അത്രയും വലിയൊരു പ്രൈസ് തന്നെയാണ്, അതും ഈ ഒരു ദുരന്തം സിനിമയ്ക്ക്. എന്തായാലും നെറ്റ്ഫ്ലിക്സും തഗ് ലൈഫും ഒരു ഡിസിഷനിൽ എത്തിയാലേ പടത്തിന്റെ OTT റിലീസും വരത്തുള്ളൂ. കാരണം എന്തായാലും ഉടൻ തന്നെ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റിനുള്ളിൽ തന്നെ സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അതും തഗ് ലൈഫ് നെറ്റ്ഫ്ലിക്സിന്റെ ആ ഒരു കരാറ് അനുസരിച്ചാണെങ്കിൽ, അതും ഒരു 60-70% കുറച്ചിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ. എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. പടം എത്ര പേരാണ് തിയേറ്ററിൽ കണ്ടത്, അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.